അങ്ങനെ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. ഞാനായിട്ടോ പാർട്ടിയായിട്ടോ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് BJPയുടെ താമര ചിഹ്നത്തിൽ ജയിച്ചൊരു വ്യക്തിയാണ്. 7 വർഷം നഗരസഭ അധ്യക്ഷയായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ BJPയിലേക്ക് പോകണു കോൺഗ്രസ്സിലേക്ക് പോകണു എന്നുള്ള ഒരു ചർച്ച പോലും ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം മാനസികമായിട്ട് നമ്മൾ വിഷമിക്കുകയാണ്. കാരണം കഴിഞ്ഞ ഈ 25 വർഷം ഊണും ഉറക്കും എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പാലക്കാട് നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് അറിയാം. ഊണും ഉറക്കമില്ലാതെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിയാം. പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങളങ്ങനെ കോൺഗ്രസ്സിലേക്ക് പോവുകയാണോ? അങ്ങനെ ഇതുവരെ ഒരു ചർച്ചയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് ഉണ്ടായിട്ടില്ല. പാർട്ടിയായിട്ടോ ഞാനായിട്ടോ. ഞാൻ സംഘത്തിൻ്റെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. കാരണം സംസ്ഥാന സമിതി അംഗമാണ്. അത്തരത്തിൽ ഒരു കാരണവശാലും ഞാൻ വേറൊരു പാർട്ടിയിലേക്ക് പോവില്ല എന്ന് ഞാൻ തീർത്തും പറയുകയാണ്. എനിക്കൊരു തീർച്ചയായിട്ടും അവര് ശ്രമം നടത്തിക്കോട്ടെ. അതിന് ഞാനല്ലേ തയ്യാറാവേണ്ടത്? അതിന് ഞാൻ തയ്യാറല്ലല്ലോ. അങ്ങനെ ശ്രമം നടന്നിട്ടേ ഇല്ല. ഇന്ന് വരെ നടന്നില്ല. ഇന്ന് ഇത്ര നേരം വരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു ശ്രമം. അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടാവും. അത് ആരൊക്കെയായിട്ട് നടത്തിയിട്ടുണ്ടാവും. എന്നായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പാർട്ടിയായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ പോകാൻ തയ്യാറുമല്ല. പിന്നെന്താ? അത് അവരുടെ അഭിപ്രായമല്ലേ. അത് എൻ്റെ അഭിപ്രായമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഇത്രയും കാലമായിട്ട് 25 വർഷമായിട്ട് BJPയുടെ ഒരു താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തിയാണ്. ഞാൻ ഒരു കാരണവശാലും ഒരു പാർട്ടിയിലേക്കും പോവില്ല. അതിന് കോടികൾ തരാൻ പറഞ്ഞാലും ഞാൻ പോവില്ല എന്നുള്ളത് പറയണം. എൻ്റെ ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാക്കുകൾ പറയുന്നത്. അനാവശ്യ പരാതികൾ നൽകിക്കൊണ്ട് താങ്കളെ ആരൊക്കെ പാർട്ടിയിൽ തേജോധനം ചെയ്യാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു എന്ന രീതിയിൽ അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊക്കെ പത്രമാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. പത്രമാധ്യമങ്ങൾ എന്തുണ്ട്? ഇപ്പോൾ ശ്രീലേഖ IPSനെ കുറിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്? കാരണം അവരൊന്നും ചെയ്യുന്നില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളുണ്ടാകും. എന്തെങ്കിലും വിവാദങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. കഴിഞ്ഞ 25 വർഷം ഒരു നഗരസഭയുടെ കൗൺസിലറായ ഒരു വ്യക്തി വീണ്ടും മത്സരിക്കുക, ഇനി പുതിയ യുവാക്കന്മാർ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം ആർക്കുമില്ലേ? അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയപ്പോൾ 1 വർഷം മുൻപ് ചേച്ചിക്കെതിരെ നൽകിയ ഒരു പരാതി വീണ്ടും കുത്തിപ്പൊങ്ങി വരികയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കേസ് കൂടി ഇങ്ങനെ പൊങ്ങി വരികയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗം ചേച്ചിക്കെതിരെ ഉണ്ട് എന്നുള്ള എൻ്റെ തെളിവല്ല. കാരണം പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ. ഞാൻ സത്യസന്ധമായിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഒരു അഴിമതി കേസിലും ഞാൻ പ്രതിയല്ല എന്നുള്ളത് എനിക്ക് ഏത് മേടയിൽ നിന്നും പ്രസംഗിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് വരെ ഒരു അഴിമതിക്ക് കൂട്ട് നിന്നിട്ടില്ല. അങ്ങനെ ഇനി നിൽക്കില്ല. ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? റിപ്പോർട്ട് ഇങ്ങനെയുള്ള ചാനലുകൾ തന്നെയല്ലേ. മനോരമ ന്യൂസാണ് എനിക്കെതിരെ ഇങ്ങനെ ഒരു വിവാദമായിട്ട് വന്നത്. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല പരാതിയുള്ളത്. സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ. അദ്ദേഹം പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. അങ്ങനെ ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളെയാണ് വിളിക്കുക പറഞ്ഞു. അതാണ് അതിൻ്റെ മര്യാദ. ഇന്ന് വരെ എന്നെ വിളിച്ചിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ഞാൻ സംസ്ഥാന അധ്യക്ഷൻ വന്നപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു, പ്രമീളാജി അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ അങ്ങനെ ഒരു പരാതി കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല പറഞ്ഞു. ഒന്നുമില്ല. എന്തിനാ അത്? ഞാൻ എന്ത് ചെയ്തിരിക്കണു? പാർട്ടിയെ സ്നേഹിച്ച് ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല. അത് ഇത് പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ മാത്രമാണ് എനിക്കറിയുന്നത്. എനിക്കറിയില്ല. വെറുതെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എനിക്ക് സമൻസ് വന്നാലല്ലേ എനിക്കറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കോടതിയെ ഒരു വക്കീലായിട്ട് ഞാൻ ബന്ധപ്പെടില്ല. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന്റെ യാത്ര പുരോഗമിക്കുകയാണ്. അപ്പം പാലക്കാട് ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും പ്രമീള ശശിധരൻ ഉൾപ്പെടെ എത്തുമെന്ന തരത്തിലൊക്കെ ഇത് വരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ബോധപൂർവം അവർക്കൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. പ്രമീള ശശിധരൻ പാലക്കാട് നഗരസഭയിലൊരു ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വളരെ സ്നേഹിച്ചു നിന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നാൽ അവർക്ക് ഗുണം കിട്ടും എന്നുള്ള രീതിയിൽ അവർ വെറുതെ ഹൈപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ഉത്തരവാദിയല്ല.
ബി ജെ പിയോ ഒരു വ്യക്തിപരമായിട്ട് ഞാനോ ഇതിന് ഉത്തരവാദിയല്ല. ഞാൻ ഒരു പ്രസ്ഥാനത്തിലേക്കും പോവില്ല. എൻ്റെ പ്രസ്ഥാനം BJP തന്നെ മാത്രമാണ്.